ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ RS200 ഒരു മൊബൈൽ ചാർജർ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഉള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഞാൻ വയ്ക്കാൻ പോകുന്നത് ഒരു ഒരു ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഒരു എക്സ്മൗണ്ട് എന്ന് പറഞ്ഞൊരു ടൈപ്പ് മൊബൈൽ ചാർജറാണ്. ഇത് ഈ കാണുന്നതാണ് ഞാൻ വയ്ക്കാൻ പോകുന്ന ചാർജർ. ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ബാക്ക് സീറ്റ് ഇളക്കണം. ഈ ബാക്ക് സീറ്റ് ഇളകി കഴിഞ്ഞിട്ട് അതിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ 2 സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂ ഇളക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് ഇളകും. ഇപ്പോൾ ഫ്രണ്ട് സീറ്റും ഇളക്കി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതിൽ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൽ ഞാൻ പോസിറ്റീവ് ഇഗ്നിഷനിലും നെഗറ്റീവ് ബാറ്ററിയിലും പിന്നെ ഒരു ഫ്യൂസ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇനി എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആയാൽ ആ ഫ്യൂസ് അങ്ങ് പൊയ്ക്കോളും, വേറെ വലിയ കുഴപ്പമൊന്നും വരത്തില്ല. ഞാൻ ഇഗ്നിഷനിലാണ് കൊടുത്തേക്കുന്നത്, പോസിറ്റീവ്. നെഗറ്റീവ് ബാറ്ററിയിലും ആണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ വയറ് ഇത് ഫ്യൂസ്, അതാണ് ഫ്യൂസ്. ഇതിൻ്റെ വയർ ഇതിൻ്റെ സൈഡിൽ ഫെയറിങ്ങിൻ്റെ സൈഡിൽ കൂടെ എടുത്തു ഇത് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഇതാണ് വയറ്. അപ്പോൾ ഈ ചാർജർ വെക്കാനായിട്ട് ഞാൻ അതിൻ്റെ നടുക്കൊരു കപ്പ് വെച്ചിട്ടുണ്ട്. ഒരു മീൻസ് ഭംഗിക്ക് വേണ്ടി കപ്പ് വെച്ചിട്ടുണ്ട്. അത് ഇളക്കിയിട്ട് അതിൻ്റെ നെറ്റ് ഇളക്കിയിട്ട് അതിൻ്റെ ചാർജറിൻ്റെ മൗണ്ട് അവിടെ വെച്ചിട്ട് ഞാൻ സ്ക്രൂ ചെയ്യുന്നതായിരിക്കും. അതിന് വേറൊരു ഇച്ചിരി വലിയ സ്ക്രൂ വേണ്ടി വരും, അതൊന്നും ഇടിക്കേണ്ടി വരും. ഈ പ്ലേറ്റ് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇതിന് ഇത്രയും ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു സ്ക്രൂ, 1.5 ഇഞ്ചിൻ്റെ ഒരു 8-ൻ്റെ ഒരു ബോൾട്ട് വേണ്ടി വരും. ഒരു 8-ൻ്റെ ടീ എടുത്ത് അത് നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഈ ചാർജർ എടുത്ത് വെച്ച് ടൈറ്റ് ചെയ്യുന്നതാണ്. ഇത് ചാർജറിൻ്റെ സൈഡിൽ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ ചാർജർ അവിടെ പ്ലേസ് നല്ല എണ്ണം ഇരിക്കും. എന്നിട്ട് ഈ വയറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. ഇത് കണക്ടർ ഞാൻ എക്സ്ട്രാ ചെയ്തതാണ്. ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ ഒരു വയറിൻ്റെ ഒരു കണക്ടർ എടുത്തതാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇൻ കേസ് ഇത് വേണ്ടെങ്കിൽ ഇത് ഊരി വെക്കാൻ വേണ്ടി, ഇത് എപ്പോഴും വെച്ചിരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെയ്തതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ചാർജർ വർക്കാവുന്നോ ഇല്ലയോ നോക്കാം. ഇപ്പോൾ ഞാൻ ചാവി എടുത്തിട്ട് അത് ഓണാക്കി നോക്കുകയാണ്. അപ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് കത്തുന്നതിന് ഇത് വർക്കാവുന്നതെന്നാണ് അർത്ഥം. പിന്നെ അതിൻ്റെ അകത്തൊരു സ്വിച്ചും ഉണ്ട്, നമുക്കത് ഓണാക്കാം. ഞാനിപ്പോൾ ഇത് ഫോൺ പ്ലേസ് ചെയ്തു, ചാർജ് കയറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇത് ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിൽക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ and stay tuned for more videos. Perfectly working. Bye bye.